വിൻഡോസ് 10 യൂസർ ഗ്രൂപ്പ് പോളിസി. നമ്മൾ ആദ്യം തന്നെ ഗ്രൂപ്പ് പോളിസി 1 യൂസർ ഗ്രൂപ്പ് പോളിസീൻ്റെ ബേസിക് നോക്കിയിട്ടുണ്ട്. അതിന് ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു അഡ്വാൻസ്ഡ് ക്ലാസ്സാണ്. നോർമൽ യൂസേഴ്സ് ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ ലാഗിൻ ആവാം. നമ്മൾ ഒരു ഗ്രൂപ്പ് പോളിസീനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പവറുള്ള ഒരു യൂസറിൽ ലാഗിൻ ആയാൽ മാത്രമേ ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാണ്ഡി എന്നുള്ള യൂസർ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇവിടെ ലാഗിൻ ആയിട്ട് നമ്മൾ ആദ്യമേ MMC പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. യൂസറിന് ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ gpedit.msc എന്നുള്ള കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. MMC യൂസ് ചെയ്തിട്ട് വേണം ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ. MMC റൺ ചെയ്താലും അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ ചോദിക്കും. ഇവിടെ യെസിനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫയലിനെ സെലക്ട് ചെയ്തിട്ട് ആഡ് റിമൂവ് സ്നാപ്പിന് സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് പോളിസി ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ലോക്കൽ കമ്പ്യൂട്ടറിനാണ് ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ആവുക. ഇവിടെ നിങ്ങൾ ഫിനിഷിനെ ക്ലിക്ക് ചെയ്താൽ gpedit.msc എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ലോക്കൽ ഗ്രൂപ്പ് പോളിസി എങ്ങനെ ഓപ്പൺ ആയോ അതേപോലെയാണ് ഗ്രൂപ്പ് പോളിസി ഓപ്പൺ ആവുക. നമ്മളിപ്പോൾ യൂസറിന് വേണ്ടിയാണ് ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പകരം അടുത്ത് തന്നെ നിങ്ങൾക്ക് ബ്രൗസ് എന്ന ബട്ടൺ ഉണ്ട്. ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലോക്കൽ കമ്പ്യൂട്ടറിന് വേണ്ടിയും ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യുക, അടുത്തുള്ള കമ്പ്യൂട്ടറിന് വേണ്ടിയും ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ യൂസറിനാണ് ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഇവിടെ യൂസറിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള യൂസേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അതായത് ഈ കമ്പ്യൂട്ടറിൽ പാണ്ഡി, സ്റ്റുഡൻറ്റ് എന്ന 2 യൂസർ മാത്രമേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പോണത് എന്നുള്ള കാര്യത്തിനെ സെലക്ട് ചെയ്തിട്ട് വേണം ഓക്കെ ക്ലിക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള യൂസറിനാണ് പോളിസി ക്രിയേറ്റ് ചെയ്യണത്. ഇവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഗ്രൂപ്പ് പോളിസിയിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് പോളിസി സ്റ്റുഡൻറ്റിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കും. ഇവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് പോളിസീനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ യൂസർ കോൺഫിഗറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ ഉണ്ടാവില്ല. ഈ പോളിസിയിൽ നമുക്ക് യൂസർ കോൺഫിഗറേഷനിൽ യൂസർക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ സോഫ്റ്റ്വെയർ സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. കാരണം സോഫ്റ്റ്വെയർ സെറ്റിങ്ങൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ കോൺഫിഗറേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ സെറ്റിങ്ങൊക്കെ ലോഡ് ആവണം. അതുകൊണ്ട് ഇവിടെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ താഴെ വിൻഡോസ് സെറ്റിങ്ങിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലാഗ് ഓൺ സ്ക്രിപ്റ്റ്, ലാഗ് ഓഫ് സ്ക്രിപ്റ്റിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഒരു യൂസർ ലാഗിൻ ആകുമ്പോൾ എന്ത് വർക്കാണ് സംഭവിക്കേണ്ടത് എന്നുള്ളതിന് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ യൂസർ ലാഗിൻ ആകുമ്പോൾ ആ സ്ക്രിപ്റ്റിനെ റൺ ചെയ്യണം എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് സെക്യൂരിറ്റി സെറ്റിംഗ് ഉണ്ട്. സെക്യൂരിറ്റി സെറ്റിങ്ങിൽ നിങ്ങൾക്ക് ഈ യൂസർ എന്തൊക്കെ സോഫ്റ്റ്വെയറിനെ റൺ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സോഫ്റ്റ്വെയറിനെ ഈ യൂസർ റൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയർ സെറ്റിങ്ങിന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ സോഫ്റ്റ്വെയർ റിസ്ട്രിക്ഷൻ പോളിസി എന്നൊരു പോളിസി ഉണ്ട്. ഇതിനെ സെലക്ട് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്തിട്ട് സെക്യൂരിറ്റി ലെവലിനെ സെലക്ട് ചെയ്താൽ ഡിസലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ സോഫ്റ്റ്വെയർ വിൽ നോട്ട് റൺ എന്നുള്ള ഇൻഫർമേഷനാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ സെറ്റ് ആസ് ഡീഫോൾട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള യൂസറിന് യാതൊരു ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും ഈ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ടോട്ടലായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഈ യൂസർ എന്തൊക്കെ ആപ്ലിക്കേഷൻ റൺ ചെയ്യണം എന്ന് നോക്കിയിട്ട് ആ ആപ്ലിക്കേഷനെ മാത്രം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പെർമിഷൻ തരാൻ പറ്റും. അതായത് ടോട്ടലായിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ ആപ്ലിക്കേഷനും ഈ യൂസർ റൺ ചെയ്യുക എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബേസിക്, അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനൊക്കെ ഉണ്ട്. ബേസിക്കിനെ സെലക്ട് ചെയ്താൽ ഈ ബേസിക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ തന്നെ ഈ പോളിസി എന്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യണത് എന്നുള്ള കാര്യത്തിന് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ റിസ്ട്രിക്ഷൻ ഒന്നും കോൺഫിഗർ ചെയ്യാൻ പോകുന്നില്ല. പെൻഡ്രൈവ് മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇവിടെ അഡീഷണൽ റൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പ്രോഗ്രാം ഫയൽസ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രോഗ്രാം ഫയൽസിൽ എന്തൊക്കെ പ്രോഗ്രാമിനെ ഈ യൂസർ റൺ ചെയ്യുക എന്നുള്ളതിന് നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസിനെ സെലക്ട് ചെയ്യുക. ബ്രൗസിനെ സെലക്ട് ചെയ്താൽ നമുക്ക് പ്രോഗ്രാം ഫോൾഡറിൽ കുറേ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. ആ പ്രോഗ്രാമിനെ സെലക്ട് ചെയ്തിട്ട് ഈ യൂസർ ആ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ പാടില്ല എന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മൾ അഡോബ് സോഫ്റ്റ്വെയർ മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അഡോബിനെ സെലക്ട് ചെയ്തിട്ട് റീഡറിനെ സെലക്ട് ചെയ്തിട്ട് താഴെ അഡോബ് EXEനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ താഴെ നോക്കിയാൽ അഡോബ് റീഡറിന് യൂസർ യൂസ് ചെയ്യാവോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസലൗഡ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് അഡോബ് റീഡറിനെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമാണ്. കമ്പ്യൂട്ടറുടെ അകത്ത് തന്നെ നമുക്ക് നോട്ട് പാഡ്, വേർഡ് പാഡ്, പെയിൻറ്റ്, മീഡിയ പ്ലെയറൊക്കെ ഉണ്ട്. അതിന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ളതിന് സെലക്ട് ചെയ്തിട്ട് ബ്രൗസിന് സെലക്ട് ചെയ്യുക. ഇവിടെ വിൻഡോസ് ഫോൾഡറിൻ്റെ അകത്ത് കുറേ ആപ്ലിക്കേഷൻ അവർ ഡീഫോൾട്ടായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെ സെലക്ട് ചെയ്തിട്ട് ഈ യൂസർ ആ ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. താഴെ അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റിനെ ഓപ്പൺ ചെയ്താൽ കൺട്രോൾ പാനലുണ്ട്. ഈ കൺട്രോൾ പാനലിൽ യൂസർ കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്യാവോ എന്നുള്ളതിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. യൂസർ കൺട്രോൾ പാനലിനെ യാതൊരു വിധത്തിലും ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പ്രോഹിബിറ്റ് ആക്സസ് ടു കൺട്രോൾ പാനൽ ആൻഡ് PC സെറ്റിംഗ് എന്നുണ്ട്. ഇതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് വാൾപേപ്പർ പോലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വാൾപേപ്പർ സെറ്റിംഗൊക്കെ കൺട്രോൾ പാനലിൻ്റെ അകത്താണുള്ളത്. അതിന് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ റണ്ണിനെ യൂസർ ഓപ്പൺ ചെയ്യാൻ പാടില്ല, കമാൻഡിനെ റൺ ചെയ്യാൻ പാടില്ല എന്നുള്ള ഇൻഫർമേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പോളിസീനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇടത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ആ പോളിസി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കാണിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ യൂസർക്ക് എന്തൊക്കെ ഹൈഡ് ചെയ്യണം, എന്തൊക്കെ ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ താഴെ സിസ്റ്റത്തിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു 1500 പോളിസികളുണ്ട്. എല്ലാ പോളിസിയും നമുക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങൾ വേണം ഇതൊക്കെ നോക്കാൻ. വിൻഡോസ് കോമ്പനൻറ്റിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓഫ് ഓട്ടോ പ്ലേ എന്നുണ്ട്. ഇതിന് നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ പെൻ ഡ്രൈവ്, CD ഒക്കെ ഇൻസെർട്ട് ചെയ്താൽ ഓട്ടോ പ്ലേ റണ്ണാവില്ല, ഓട്ടോ പ്ലേ ഓഫ് ചെയ്യാൻ പറ്റും. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓഫ് ഓട്ടോ പ്ലേ എന്നുണ്ട്. താഴെ എനേബിൾ, ഡിസേബിൾ എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കുറച്ച് മനസ്സിലാക്കുന്നത് കഷ്ടമാണ്. കാരണം എന്തെന്നാൽ ഇവിടെയുള്ള വേർഡിങ്സ് നിങ്ങൾക്ക് മലയാളത്തിൽ കറക്റ്റായിട്ട് മനസ്സിലാവണം. എനേബിൾ എന്ന് പറഞ്ഞാൽ യെസ് എന്ന് കരുതുക, ഡിസേബിൾ എന്ന് പറഞ്ഞാൽ നോ എന്ന് കരുതുക. ഇതുപോലെ നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ പോളിസീനെ വായിച്ച് നോക്കണം. ടേൺ ഓഫ് ഓട്ടോ പ്ലേ പറഞ്ഞാൽ ഓട്ടോ പ്ലേനെ ഓഫ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓട്ടോ പ്ലേനെ ഓഫ് ചെയ്യണം എന്ന് നിങ്ങൾ കരുതിയാൽ യെസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. ഇത് തന്നെ നിങ്ങൾ ഓട്ടോ പ്ലേനെ ഓഫ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പ്ലേനെ ഓഫ് ചെയ്യണ്ട എന്നുള്ളതാണ് അർത്ഥം. എന്ന് വെച്ചാൽ യൂസറിന് ഓട്ടോ പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നിങ്ങൾ ഇതിനെ ഒരിക്കൽ വായിച്ചു നോക്കുക. എന്നിട്ട് യെസ് ആർ നോ എന്നുള്ളതിനെ ആലോചിച്ചിട്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഇവിടെ നിങ്ങൾക്ക് ഫയൽ എക്സ്പ്ലോറർ, ബ്രൗസർ, മീഡിയ പ്ലെയർ എല്ലാത്തിനും കോൺഫിഗർ ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ മുകളിൽ കാണിക്കുന്ന എല്ലാ ഓപ്ഷനും അവർ ഓൾ സെറ്റിങ്ങിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓൾ സെറ്റിങ്ങിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1758 പോളിസി അകത്തുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പെൻഡ്രൈവിനെ ബ്ലോക്ക് ചെയ്യണം എന്ന് കരുതിയാൽ എവിടെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് വളരെ കഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഫിൽറ്റർ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. ആദ്യം ഫിൽറ്ററിനെ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് താഴെ ആൾ സെറ്റിങ്ങിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ ഓപ്ഷനെ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോണത് എന്ന് നോക്കിയാൽ പെൻ ഡ്രൈവ്, CD റോമൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പെൻ ഡ്രൈവ്, CD റോമൊക്കെ റിമൂവബിൾ ഡ്രൈവാണ്. റിമൂവബിൾ ഡ്രൈവ് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കണക്ട് ചെയ്യും, ആവശ്യം കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് കളയും. ഇവിടെ റിമൂവബിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ഓപ്ഷൻസുള്ള എല്ലാ കാര്യവും എനിക്ക് കാണിക്കണം എന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്യണം. അതുപോലെ ഫിൽറ്റർ ചെയ്ത് നോക്കിയാൽ റിമൂവബിൾ ഡ്രൈവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് ഓൾ സെറ്റിങ്ങിൽ കാണിക്കും. അതുപോലെ കാണിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കേനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾ സെറ്റിങ്ങിനെ ക്ലിക്ക് ചെയ്താൽ 1758 പോളിസിയിൽ ഒരു 20 പോളിസി മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഈ 20 പോളിസിയിൽ മാത്രമേ പെൻ ഡ്രൈവ്, റിമൂവബിൾ ഡ്രൈവിന് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. മുകളിൽ നോക്കിയാൽ CDനെ യൂസർ റീഡ് ചെയ്യാവോ, CDയിൽ റൈറ്റ് ചെയ്യാവോ, താഴെ ഫ്ലാപ്പി ഡ്രൈവ് ഇൻഫർമേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലാപ്പി ഡ്രൈവ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോണത് എന്ന് നോക്കിയാൽ യൂസർ CD റോമിനെ ഇൻസെർട്ട് ചെയ്യാൻ പാടില്ല,
പെൻഡ്രൈവിനെ യൂസ് ചെയ്യാൻ പാടില്ല. റിമൂവബിൾ ഹാർഡ് ഡിസ്ക് പോലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫയലൊക്കെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടറിൽ നിന്ന് ഫയലൊക്കെ റിമൂവബിൾ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ആൾ റിമൂവബിൾ സ്റ്റോറേജ് ക്ലാസ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവബിൾ ഡ്രൈവ് എല്ലാത്തിനും ഈ പോളിസി അപ്ലൈ ആവും. എന്ന് വെച്ചാൽ CD, പെൻഡ്രൈവ്, റിമൂവബിൾ ഹാർഡ് ഡിസ്ക് എല്ലാത്തിനും ഈ പോളിസി അപ്ലൈ ആവും. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യൂസർക്ക് റിമൂവബിൾ ഡ്രൈവ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആൾ റിമൂവബിൾ ഡ്രൈവ് ഡിനൈ ആൾ ആക്സസ്, യൂസർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇവിടെ നമ്മൾ യെസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. യെസ് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എനേബിളിനെ സെലക്ട് ചെയ്യണം. താഴെ എനേബിളിനെ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ ഹെൽപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കാണിക്കും. ആ ഇൻഫർമേഷൻ ഒരിക്കൽ വായിച്ചു നോക്കിയാൽ ഈ പോളിസി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കും. ഇതിൻ്റെ മുകളിൽ തന്നെ വിസ്റ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ ഈ പോളിസി വർക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ XPയിൽ ഇതുപോലെ പോളിസീനെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. വിസ്റ്റ, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10 ഈ പോളിസീനെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് താഴെ എക്സ്റ്റൻഡഡ്, സ്റ്റാൻഡേർഡ് എന്ന 2 ഓപ്ഷൻ ഉണ്ടാവും. എക്സ്റ്റൻഡഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒരു പോളിസീനെ സെലക്ട് ചെയ്താൽ ആ പോളിസി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത് എന്നുള്ള ഇൻഫർമേഷൻ ഇടത്തെ ഭാഗത്ത് നോക്കാൻ പറ്റും. ഇത് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡിനെ ക്ലിക്ക് ചെയ്താൽ ഹെൽപ്പ് നിങ്ങൾക്ക് പുറമേ കാണിക്കില്ല. ഈ പോളിസീനെ ഓപ്പൺ ചെയ്തിട്ട് വേണം അകത്ത് ഹെൽപ്പ് വായിക്കാൻ. അതുകൊണ്ട് യൂസേഴ്സ് നോർമലായിട്ട് എക്സ്റ്റൻഡഡ് സെലക്ട് ചെയ്തിട്ട് ഓരോ പോളിസീനെ ക്ലിക്ക് ചെയ്തിട്ട് ആ പോളിസി എന്താണ് എന്നുള്ള കാര്യത്തിന് ഈസി ആയിട്ട് ഇവിടെ തന്നെ നോക്കാൻ പറ്റും. ഈ 20 പോളിസിയിൽ നമ്മൾ ഏത് പോളിസിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിന് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. കാരണം വലത്തെ ഭാഗത്ത് മുകളിൽ നമുക്ക് എനേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു പോളിസി മാത്രമേ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കുറേ സ്ഥലത്ത് കുറേ സെറ്റിങ്ങൊക്കെ ചെയ്യും. എന്തൊക്കെ സെറ്റിങ്ങാണ് ഇതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിന് ഓരോ ഫോൾഡറും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണത് വളരെ കഷ്ടമായിരിക്കും. കാരണം ഇവിടെ അകത്തൊക്കെ നിങ്ങൾ കുറേ സെറ്റിങ്ങൊക്കെ ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് പോളിസിയിൽ അവർ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഫിൽറ്ററിനെ സെലക്ട് ചെയ്തിട്ട് ആൾ സെറ്റിങ്ങിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ ഓപ്ഷനിൽ പോവുക. ഇവിടെ കോൺഫിഗേർഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് ഈ ഗ്രൂപ്പ് പോളിസിയിൽ എവിടെയൊക്കെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്, സെറ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മാത്രം എനിക്ക് കാണിച്ചാൽ മതി എന്ന് യെസ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ എനേബിൾ കീവേഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ആ കീവേഡിനെ നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ ഇതിൻ്റെ മുമ്പ് ഈ ഗ്രൂപ്പ് പോളിസിയിൽ എന്തൊക്കെ കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ അത് മാത്രം എനിക്ക് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എനേബിളിനെ റിമൂവ് ചെയ്തിട്ട് താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്താൽ ഈ പോളിസിയിൽ നമ്മൾ ഒരു സെറ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൾ സെറ്റിങ്ങിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾ സെറ്റിംഗ് ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. ആദ്യമേ നിങ്ങൾ കുറേ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് നോക്കിയാൽ വലത്തെ ഭാഗത്ത് നിങ്ങൾ എത്ര പോളിസീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കാണിക്കും. അതിൽ വല്ല പോളിസീനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത പോളിസീനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നോട്ട് കോൺഫിഗർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ സെറ്റിംഗ് ചെയ്തത് നമുക്ക് ക്യാൻസൽ ആവും. ഇപ്പോൾ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ നോക്കി നമ്മൾ ചെയ്ത കോൺഫിഗറേഷനെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസീൻ്റെ വിൻഡോ മാത്രം സേവ് ചെയ്താൽ മതി. നമ്മൾ സേവ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്ത സെറ്റിങ്സ് ആദ്യമേ അപ്ലൈ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിലാണ് ലാഗിൻ ആയിട്ടുള്ളത്. ഇവിടുന്ന് ലോഗൗട്ടായിട്ട് സ്റ്റുഡൻറ്റിൽ നമ്മൾ ലാഗിൻ ആവാൻ പോകുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ലാഗിനായിട്ട് പെൻഡ്രൈവിനെ ഇൻസെർട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റാണ് ലാഗിൻ ആയിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പെൻഡ്രൈവിനെ ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ PCനെ സെലക്ട് ചെയ്താൽ നമ്മൾ ഇൻസെർട്ട് ചെയ്ത പെൻഡ്രൈവ് കാണിക്കും. പക്ഷേ യൂസർ അതിനെ ക്ലിക്ക് ചെയ്താൽ യൂസർക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ അലോ ചെയ്യില്ല. ആക്സസ് ഈസ് ഡിനൈഡ് എന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ കാണിക്കുക. നമ്മൾ സ്റ്റുഡൻറ്റിനെ മാത്രമേ പെൻഡ്രൈവിനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. കമാൻഡ് പ്രോംപ്റ്റിന് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കമാൻഡ് പ്രോംപ്റ്റിന് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യാൻ Ctrl+Shift+Enter കീനെ പ്രസ് ചെയ്താൽ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ആവും. അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം. കാരണം സ്റ്റുഡൻ്റാണ് ലാഗിൻ ആയിട്ടുള്ളത്. വേറെ ഒരു യൂസറിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം.
അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ ഈ പാസ്വേഡ് അറിയുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് എഫ് ഡ്രൈവിലാണ് പെൻ ഡ്രൈവ് ഉള്ളത്. എഫ് ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് എഫ് ഡ്രൈവിൻ്റെ അകത്ത് പോകാൻ പറ്റും. ഈ പെൻ ഡ്രൈവിൻ്റെ അകത്ത് ബൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. CD ബൂട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്താൽ അഡ്മിനിസ്ട്രേറ്ററിന് പെൻ ഡ്രൈവിൻ്റെ അകത്തുള്ള ഫയലൊക്കെ നോക്കാൻ പറ്റും. ആ ഫയൽ കോപ്പി ചെയ്യാനും എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. DR കമാൻഡ് ടൈപ്പ് ചെയ്താൽ ബൂട്ട് ഫോൾഡറിൽ എന്താണുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റിനെ മാത്രമേ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സ്റ്റുഡൻറ്റ് പവറിൽ ഈ പെൻ ഡ്രൈവിന് ഇനി ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻറ്റ് തന്നെ നോർമൽ കമാൻഡ് പ്രോംപ്റ്റിനെ അങ്ങനെ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ സ്റ്റുഡൻറ്റാണ് കമാൻഡ് പ്രോംപ്റ്റിനെ ഓപ്പൺ ചെയ്യണത്. ഓപ്പൺ ചെയ്തിട്ട് എഫ് ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്താൽ ആക്സസ് ഡിനൈഡ് എന്നുള്ള ഇൻഫർമേഷനാണ് കാണിക്കുക. സ്റ്റുഡൻറ്റ് പവറിൽ ഈ പെൻ ഡ്രൈവിന് കമാൻഡ് പ്രോംപ്റ്റിലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിക്കലായിട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള യൂസർ CD റോം, പെൻ ഡ്രൈവ്, റിമൂവബിൾ ഹാർഡ് ഡിസ്ക് ഏത് കണക്ട് ചെയ്താലും അതിനെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. വീടുകളിൽ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെൻ ഡ്രൈവിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾ അടുത്തുള്ള കുട്ടികളടുത്ത് ഗെയിംസൊക്കെ കോപ്പി ചെയ്ത് കൊണ്ടുവരും. ഗെയിംസിൻ്റെ അകത്ത് വൈറസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അവർ പെൻ ഡ്രൈവിനെ ഇൻസർട്ട് ചെയ്തിട്ട് ഗെയിമിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്നളയും. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വൈറസിനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ പെൻ ഡ്രൈവിനെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ഗ്രൂപ്പ് പോളിസീനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഗ്രൂപ്പ് പോളിസിയിൽ ഒരു സെറ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓരോ യൂസറിനും നിങ്ങൾക്ക് ഇതുപോലെ തനിച്ച് ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ സെറ്റിംഗ് ചെയ്യണം എന്ന് കരുതുന്നുവോ എല്ലാ സെറ്റിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു യൂസറിന് ഗ്രൂപ്പ് പോളിസി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കി. താങ്ക് യു.